ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. വളരെ പ്രധാനപ്പെട്ട ഒരു സമയത്തിലൂടെയാണ് ഇന്ത്യൻ ഫുട്ബോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ISLന്റെ കാര്യത്തിലെ പ്രതിസന്ധി ഇതുവരെ പരിഹരിക്കാൻ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ക്ലബ്ബുകൾ എല്ലാവരും ഇപ്പോൾ തങ്ങളുടെ നിലപാട് ശക്തമാക്കിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ഇത് പരിഹരിക്കണം എന്നാണ് ഫെഡറേഷനോട് ക്ലബ്ബുകൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് ഹിന്ദുസ്ഥാൻ ടൈംസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ക്ലബ്ബുകൾക്ക് മുന്നിൽ ചില തീയതികളൊക്കെ അറിയിച്ചു കഴിഞ്ഞു എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സീസൺ ഡ്യൂറന്റ് കപ്പോടുകൂടി ആരംഭിക്കും. ജൂലൈ മാസത്തിൽ ഡ്യൂറന്റ് കപ്പ് തുടങ്ങും എന്ന കാര്യം ഇപ്പോൾ ക്ലബ്ബുകളെ ഫെഡറേഷൻ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ISLന്റെ കാര്യത്തിലുള്ള പ്ലാനുകളും അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. സെപ്റ്റംബർ മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ എന്തായാലും ISL ആരംഭിക്കും എന്നാണ് ഫെഡറേഷൻ ക്ലബ്ബുകളോട് അറിയിച്ചിട്ടുള്ളത്. 14 ടീമുകൾ ഇത്തവണത്തെ ISLൽ ഉണ്ടാകും. ഹോം ആൻഡ് അവേ മത്സരങ്ങളായിക്കൊണ്ടുള്ള ഒരു ഫോർമാറ്റ് ആയിരിക്കും ഉണ്ടാവുക. ഇത്രയും കാര്യങ്ങളാണ് ക്ലബ്ബുകളോട് ഫെഡറേഷൻ അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല ISL ഗവേണിംഗ് കൗൺസിലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു യോഗം ജൂൺ 15-ാം തീയതിക്ക് മുന്നേ സംഘടിപ്പിക്കാൻ ഫെഡറേഷൻ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് ഫെഡറേഷന്റെ പ്രതിനിധികളും അതുപോലെ തന്നെ ക്ലബ്ബ് ഉടമസ്ഥരും തമ്മിലുള്ള വളരെ നിർണായകമായ ഒരു യോഗമായിരിക്കും ജൂൺ 15-ാം തീയതിക്ക് മുന്നേ നടക്കുക. അതിൽ നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും ഫെഡറേഷന്റെ പ്ലാൻ വളരെ കൃത്യമാണ്. ഡ്യൂറന്റ് കപ്പ് ജൂലൈ മാസത്തിൽ തുടങ്ങുന്നു. പിന്നീട് സെപ്റ്റംബർ മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ ISL തുടങ്ങുന്നു. ഇങ്ങനെയാണ് ഫെഡറേഷന്റെ ഒരു പ്ലാൻ ആയിക്കൊണ്ടുവരുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.